ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ 7ാം നാൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ പ്രകാരം ഇനി കണ്ടെത്താനുള്ളത് 180 പേരെ. ജില്ലയിലെ സ്കൂളുകളൊക്കെ തുറന്നിട്ടുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നവ ഒഴികെ. മറ്റൊന്ന്, ബെയിലി പാലത്തിലൂടെ ഈ നിയന്ത്രണമുണ്ട്. പാസ് മുഖാന്തരം മാത്രമേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. രാത്രി 9 മണിവരെ പരമാവധി 1500 പേരെയാകും ഇതുവഴി കടത്തിവിടുക. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവരശേഖരണം കൃത്യമായ നിലയിൽ ആരംഭിക്കുകയാണ്. മന്ത്രി എം.പി. രാജേഷിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ വകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന് കൽപ്പറ്റയിൽ ചേരുന്നുമുണ്ട്. വിവരങ്ങളുമായി ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത് മിഥുൻ മുരളിയാണ്. മിഥുൻ, വിവിധ വിഷയങ്ങളാണ്, അതിലേറ്റവും പ്രധാനം ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. പ്രകൃതി സാധാരണഗതിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലെല്ലാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ കനത്ത് പെയ്യുന്ന സാഹചര്യം, മഴ ഇടപെട്ട് പെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രകൃതി ഇന്ന് മാറുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം വെയിൽ ഉദിക്കുകയാണ്. പല ഭാഗങ്ങളിലും ഈർപ്പനണിഞ്ഞ മണ്ണ്, ചെളിയിൽ പൂണ്ടുപോകുന്ന മണ്ണ് ആ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് മാറുകയാണ്. ഇപ്പോൾ കൂടുതൽ കനം രൂപപ്പെട്ട മണ്ണിന്റെ ഘടനയിലേക്ക് മാറുകയാണ്. ഇനി എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ സമാനമായ രീതിയിൽ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അടക്കമുള്ള വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ, യന്ത്രങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടിയുള്ള JCBകളും ഹിറ്റാച്ചികളും വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇന്നും പുനരാരംഭിച്ചിട്ടുണ്ട്. പുഞ്ചിരിവട്ടത്തു നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇനി അത്തരം കാര്യങ്ങൾ പുഞ്ചിരിവട്ടത്തു നിന്നും ലഭിക്കാനില്ല. പുഞ്ചിരിവട്ടത്തു നിന്നും അധികം മൃതദേഹങ്ങൾ ഇനി കണ്ടെത്താനാകില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് രക്ഷാദൌത്യത്തിലുള്ളവർ കടന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. മുണ്ടക്കൈയിലും ഒപ്പം ചൂരൽമലയിലും വ്യാപകമായ തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഐബോർഡ് പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. അത്യാധുനിക റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിൽ 20 പ്രധാനപ്പെട്ട സിഗ്നൽ പോയിന്റുകളാണ് കണ്ടെത്തിയത്. ഈ 20 പോയിന്റുകളിൽ തീവ്ര സിഗ്നൽ പോയിന്റുകളുള്ള ഏകദേശം 8ഓളം പോയിന്റുകൾ കണ്ടെത്തി ഈ മേഖലകളിൽ അതിതീവ്രമായിട്ടുള്ള പരിശോധന നടത്താനാണ് ഇന്ന് രക്ഷാദൌത്യത്തിന്റെ ശ്രമം. ഈ ഭാഗങ്ങളിലെല്ലാം ഈ നായയുടെ, മനുഷ്യത്തിന്റെ ശരീരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനാകുന്ന നായകളുടെ സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള സഹായത്തോടു കൂടിയുള്ള പരിശോധനകളും ഇന്നും നടക്കുന്നുണ്ട്. 16 നായകളാണ് ഇതുവരെയുള്ളത്. 6 നായകളെ ഇന്നും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുകയാണ്. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെയും പ്രധാനപ്പെട്ട ദൗത്യത്തിന്റെ ലക്ഷ്യം. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന ഇന്ന് നടക്കും. ചാലിയാർ പുഴയുടെ കൈവഴികൾ, ചാലിയാർ പുഴ അവസാനിക്കുന്ന വനമേഖലയുടെ വിവിധ ഭാഗങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന ഇന്നും ഉണ്ടാകും. വനമേഖലയിൽ വനവാസികളടക്കമുള്ളവരുടെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. വനവാസികൾക്ക്, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചാലിയാർ പുഴ അവസാനിക്കുന്ന വനമേഖലകൾ ഏതൊക്കെയാണ്, ആ വനമേഖലയിലെ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഉപദേശങ്ങൾ തേടിക്കൊണ്ട്, അവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട്, വനവാസികളുടെ കൃത്യമായ സഹായങ്ങളോട് കൂടിയുള്ള ഒരു തിരച്ചിലാണ് ഇന്നും നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായും ഈ രീതിയിൽ തന്നെയുള്ള തിരച്ചിലായിരുന്നു വനമേഖലകളിൽ നടന്നുകൊണ്ടിരുന്നത്. ചാലിയാർ പുഴയ്ക്ക് ഇരുവശവും വടം കെട്ടിയൊക്കെയുള്ള പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ചാലിയാർ പുഴയിൽ പരിശോധന നടക്കുന്നു. ചാലിയാർ പുഴയിൽ കൂടെ ധാരാളം മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഒഴുകി വരാനുള്ള സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലും ധാരാളം മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും എല്ലാം കിട്ടിയത് ചാലിയാർ പുഴയിൽ നിന്നുമായിരുന്നു. അത്തരത്തിൽ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നും ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് എല്ലാ ഭാഗങ്ങളിലും കൂട്ടമായിട്ടുള്ള ഒരു തിരച്ചിൽ ആയിരിക്കില്ല. ഈ റഡാർ സിഗ്നൽ പ്രകാരം അതിതീവ്രമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 8 പ്രദേശങ്ങൾ, പ്രധാനമായും 8ഓളം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ റഡാർ പരിശോധനയിൽ ഇന്നലെ 2 മേഖലകളിൽ, ചൂരൽമലയിലെ 2 മേഖലകളിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യത്തോട് സമാനമായ ചില വസ്തുക്കൾ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അവിടെ വ്യാപകമായ തിരച്ചിൽ നടത്തി. ആ താഴ്ച, മീറ്ററുകളോളം താഴ്ചയിൽ, 30 അടി 50 അടി വരെയൊക്കെ താഴ്ചയിൽ പരിശോധിച്ചാൽ മാത്രമേ ഉള്ളൂ മൃതശരീരങ്ങൾ ഈ മണ്ണിനടിയിൽ കിടപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അത്രത്തോളം ആണ് ഈ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന് മുകളിൽ, മൺകൂനകൾക്ക് താഴെ കോൺക്രീറ്റ് പാളികളുണ്ട്, അതിനും മുകളിൽ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ശ്രമകരമായ ദൗത്യം ഈ ഭാഗങ്ങളിലെല്ലാം വേണ്ടിവരും. പക്ഷേ അത് ഇന്നലെ കണ്ടെത്തിയ റഡാർ സിഗ്നലിൽ കണ്ടെത്തിയത് മനുഷ്യ ശരീരമായിരുന്നില്ല. 2 ഭാഗങ്ങളിൽ മനുഷ്യ ശരീരത്തിന് വേണ്ടിയുള്ള റഡാർ സിഗ്നൽ പ്രകാരമുള്ള തിരച്ചിൽ നടത്തി. പക്ഷേ അത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ചില വസ്തുവകൾ ആയിരുന്നു ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഇനിയുള്ള ദൗത്യത്തിൽ ഈ ചൂരൽമലയുടെ അടിഭാഗത്തെ ചില ഭാഗങ്ങളിലൊക്കെ കടകളും ഹോട്ടലുകളും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കടകളിലും ഹോട്ടലുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഗ്യാസുകളുമൊക്കെ ഇവിടെ മണ്ണിനടിയിൽ പൂണ്ടുകിടക്കുന്നതിനുള്ള സാധ്യത
സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഈ ഗ്യാസിലുമൊക്കെ തട്ടി ലീക്കാകാനുള്ള സാധ്യത, അത്തരത്തിലുള്ള അപകടകരമായ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതീവ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന മാത്രമേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സൂക്ഷ്മത പരിശോധിക്കണം. ദുരന്തം മറ്റൊരു ദുരന്തത്തിന് വഴിമാറുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയ വളരെ ശ്രമകരമായിട്ടുള്ള ചില ദൗത്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തന്നെ ശ്രമകരമായ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബെയിലി പാലത്തിന് സമീപത്തൂടെ ബെയിലിപ്പാലത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനുള്ള ആളുകളുടെ എണ്ണവും നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ദൗത്യത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ദൗത്യം തടസ്സപ്പെടുന്നതിനുള്ള കാരണമുണ്ടാകും. ഒപ്പം തന്നെ അപകട മേഖലയാണ് അവിടെ. പല ഭാഗങ്ങളിലും കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പല ഭാഗങ്ങളും ഏത് നിമിഷവും ഇവർ കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് 1500 പേരെയാണ് രാവിലെ 9 മണി വരെ ബെയിലിപ്പാലത്തിലൂടെ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം അടക്കമുള്ള മേഖലകളിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഈ ബെയിലിപ്പാലത്തിന് പുറത്ത് ചൂരൽമലയിലെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിക്കാം. അവിടെ നിന്നുകൊണ്ട് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകാം. രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാം. ഈ ഭാഗങ്ങളിലേക്ക് ഇന്നും അധികമായിട്ടുള്ള ഹിറ്റാച്ചികളും JCBകളും എല്ലാം ഓരോ സമയത്തും എത്തിക്കുന്നുണ്ട്. രക്ഷാദൗത്യത്തിലുള്ളവർ അറിയിക്കുന്നതിനനുസരിച്ച് ബെയിലിപ്പാലത്തിന് ഇപ്പുറത്തുള്ള ആളുകൾക്ക് ദൗത്യസേനയിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ഈ ഹിറ്റാച്ചികളും JCBകളും എല്ലാം ക്രമീകരിച്ച് നൽകുന്നുമുണ്ട് പല മേഖലകളിലേക്കും. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളോട് കൂടിയ സൂക്ഷ്മമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് പല ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികളുടേതുൾപ്പെടെ ഒരു സഹായത്തോടു കൂടിയുള്ള തെരച്ചിലുകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റഡാർ സിഗ്നലിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള തിരച്ചിലുകൾക്ക് മുൻഗണന കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് മനുഷ്യ റഡാറിന്റെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ നടക്കുന്നു എന്ന് പറയും. ആ ഒരു പദം സാങ്കേതികമായി മനുഷ്യ റഡാർ എന്നാൽ അവിടെയുള്ള ആ പ്രദേശവാസികൾ ഈ പ്രദേശവുമായി അല്ലെങ്കിൽ വയനാട്ടിലെ മറ്റു മേഖലകളിലുള്ള മുണ്ടക്കയും പുഞ്ചിരിവട്ടവും ചൂരൽമലയും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളുണ്ട്. അവരെ ഈ ഭാഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഏതൊക്കെ ഭാഗത്താണ് ഇരുനില വീടുകൾ ഉള്ളത്, ഏതൊക്കെ ഭാഗത്താണ് ഒരു നില വീട്, അല്ലെങ്കിൽ ഏതൊക്കെ വീടുകളാണ് ഓടുമേഞ്ഞ വീടുകൾ ഉള്ളത് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഹോട്ടലുകളും കടകളും ഒക്കെ ഉള്ളതെന്ന് കൃത്യമായി അറിയാവുന്ന മുണ്ടക്കയും പുഞ്ചിരിവട്ടവും ഒക്കെ ആയിട്ട് അടുത്തു നിൽക്കുന്ന പ്രദേശവാസികളെ, നാട്ടുകാരെയൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ സഹായമൊക്കെ തേടിക്കൊണ്ടുള്ള ഒരു പരിശോധന ഉണ്ട്. മനുഷ്യ റഡാറിന്റെ സഹായത്തോടു കൂടിയുള്ള പരിശോധന. കാരണം ഇരുനില വീടുകളുടെയൊക്കെ കോൺക്രീറ്റ് പാളികൾ തകർന്ന് വീണ കോൺക്രീറ്റ് പാളികൾക്കും ഏറ്റവും ഒടുവിലായി മനുഷ്യ ശരീരം ഉണ്ടാകും. അതിനു മുകളിലായിട്ട് മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ടാകും. വലിയ ഒരു മൺകൂനയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ആകെപ്പാടെ മാറിപ്പോയിരിക്കുകയാണ്. പുതിയ മാപ്പും പഴയ മാപ്പും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പരിശോധന നടക്കുന്നുണ്ട്. പുതിയ മാപ്പിൽ ഏതൊക്കെ ഭാഗത്താണ് വലിയ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തി പഴയ മാപ്പുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഭൂപ്രദേശത്തിന്റെ പഴയ മാപ്പുമായി ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ മാപ്പ് പ്രകാരം വന്നിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തി വലിയ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ JCB എത്തിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവിടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധന, വിവിധ ഭാഗങ്ങളിൽ റഡാർ സിഗ്നലുകൾ കണ്ടെത്തി പരിശോധന നടത്താനുള്ള ശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണ്. റഡാർ പരിശോധനയിലൂടെ പ്രധാനമായും ആ ഭാഗങ്ങളിൽ പലപ്പോഴും റോഡുകൾ, വഴികൾ ഒക്കെ ഉണ്ടാകാം. ചെളി പൂണ്ട് ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ആകെ മാറിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടമൊക്കെ വൃത്തിയാക്കി ക്രമപ്പെടുത്തിയെടുക്കാനുള്ള ഒരു കാര്യം കൂടി ഈ തെരച്ചിലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം പല ഭാഗങ്ങളിലും തിരച്ചിലുകൾ നടക്കുമ്പോൾ ആണ് ഈ പ്രദേശത്ത് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ പല ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്നതിനുള്ള പാത ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഈ ഘടനയിൽ ഒരു മാറ്റം വരുത്തിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്ന, മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്ന, ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം മറ്റൊരു രീതിയിൽ പഴയ രീതിയിലേക്ക് മാറ്റുന്നതിന് എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ഈ തിരച്ചിലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പാറക്കെട്ടുകൾ, ഉരുളം കല്ലുകളൊക്കെ അവിടുന്ന് മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ ഘടന ഒന്നും കൂടി ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമവും ഈ തെരച്ചിലിന്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ കഴിഞ്ഞ ദിവസത്തെ എന്ന പോലെ തന്നെ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ഇന്ന് നടത്തിയിരിക്കുന്ന വിലയിരുത്തലുകൾ, ഇനി രക്ഷാദൗത്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന
മന്ത്രിസഭാ ഉപസമിതി മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 8 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. രാത്രി വൈകിയാണ് സംസ്കാരം പൂർത്തിയായത്. 11 മണിയോടൊക്കെ അടുത്ത സമയത്താണ് 8 മൃതദേഹങ്ങളും പുത്തുമലയിലെ കുഴിമാടത്തിലേക്ക് എടുത്തത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയുള്ള അതിവൈകാരികമായ നിമിഷങ്ങൾ നമ്മൾ കണ്ടതാണ്. 8 മൃതദേഹങ്ങൾ 9 മൃതദേഹങ്ങളായിരുന്നു സംസ്കരിക്കാനുള്ള തീരുമാനം. അതിൽ ഒരു മൃതദേഹം ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് 8 മൃതദേഹങ്ങൾ ഇന്നലെ അവിടെ അടക്കം ചെയ്തത്. ഇന്ന് എത്ര മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിക്കുക എന്നുള്ള കാര്യത്തിൽ അന്തിമമായുള്ള ഒരു തീരുമാനം ആയിട്ടില്ല. ഇന്ന് വൈകിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടാകും. അതിലായിരിക്കും എത്ര മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ 30 കുഴിമാടങ്ങൾ അവിടെ ബാക്കിയുണ്ട്. 38 കുഴിമാടങ്ങളാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെ ഭൂമിയിൽ 65 സെന്റ് ഭൂമിയിൽ 1 സെന്റിൽ 10 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുന്ന രീതിയിൽ കുഴിമാടങ്ങൾ തയ്യാറാക്കി അവിടെ അടക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 30 കുഴിമാടങ്ങൾ ബാക്കിയുണ്ട്. എത്ര മൃതദേഹങ്ങൾ ഇന്ന് അവിടേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം വൈകിട്ടത്തോടുകൂടി ഉണ്ടാകും. കാരണം ഇന്ന് ഉച്ചവരേക്കുള്ള സമയം ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഈ താൽക്കാലികമായി മോർച്ചറി പ്രവർത്തിക്കുന്ന അവിടേക്ക് എത്തി ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കി നൽകുന്നുണ്ട്. കാരണം അത് DNA പരിശോധനാ ഫലത്തിലൂടെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, DNA പരിശോധനയിലൂടെ മാത്രമേ ഉള്ളൂ ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഏത് മനുഷ്യൻ്റെതാണ് ആരുടേതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ശരീരഭാഗങ്ങൾ പലപ്പോഴും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കാണുന്ന കാണാതായ ആളുകളുടെ രക്തസാമ്പിളുകൾ സ്വീകരിച്ച് പിന്നീട് പരിശോധനകൾ നടത്തി മാത്രമാണ് ഈ മൃതദേഹങ്ങൾ ആരുടേതാണെന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയത്ത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് ഏത് ആളുകളുടേതായാലും ബന്ധുക്കൾക്ക് ഈ കുഴിമാടങ്ങളിലേക്ക് എത്തി ആ കുഴിമാടം സന്ദർശിക്കുന്നതിനും അവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും തീർച്ചയായും ശ്രമകരമായ ദൗത്യം കൂടിയാണ് മിഥുൻ. അത് വിശദീകരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം വിവിധ വകുപ്പുകളുടെ ഏകോപനം കൂടി അവിടെ നടക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെയല്ലേ? കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ കാണാതായവരുടെ വിവര ശേഖരണം കാര്യമായി നടത്തുന്നതായി പറഞ്ഞിരുന്നു. ആ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ ഒരു യോഗം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. മറ്റ് വകുപ്പുകൾ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് മിഥുൻ? അനു, ഈ തരത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ അവിടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ മൃതദേഹങ്ങൾക്കും ഓരോ നമ്പറുകൾ നൽകി ഏത് പഞ്ചായത്തിന്റെ അധിപതിയിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് അധികൃതരുടെ NOC അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതിന് ശേഷമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി കുഴിമാടങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ നടപടികളെല്ലാം പൂർത്തിയാക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിൽ മറ്റ് പല കാര്യങ്ങളിലുമുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ഈ ആളുകളെ കാണാതായ ആളുകളുടെ വിശദാംശങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട്. പ്രധാനമായും ഇതുവരെ റേഷൻ കാർഡിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരുന്നു ഈ കാണാതായ ഇതുവരെ റേഷൻ കാർഡിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരുന്നു ഈ കാണാതായവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളുണ്ട്. റേഷൻ കാർഡിലെ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. ഇവിടെ വന്ന് താമസമാക്കിയ പുറത്തുനിന്ന് വന്നിരിക്കുന്ന തൊഴിലാളികളുണ്ട്. അങ്ങനെ വിനോദസഞ്ചാരികൾ ഉണ്ടാകാം. അങ്ങനെ പല മേഖലകളിൽ നിന്നെത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിവരശേഖരണം എങ്ങനെ സാധ്യമാകും എന്നതിനെ സംബന്ധിച്ചാണ് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും തദ്ദേശീയ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ താമസിച്ചിരുന്ന ആളുകളുടെ കൃത്യമായ വിവരശേഖരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ റവന്യൂ വകുപ്പിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാന തീരുമാനം നേരത്തെ നമ്മൾ കണ്ടതാണ്. ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ ഇവിടെ നടന്നിരുന്നു. സന്നദ്ധ സംഘടനകളുടെ സേവനം നമ്മൾ പല സമയങ്ങളിലും എടുത്തു കാണിച്ചുകൊണ്ട് മനുഷ്യസ്നേഹമുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉദാത്ത മാതൃകകളായിട്ട് പറയുമ്പോൾ ഒരു വശത്ത് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മോഷണം നടക്കുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഈ വീടുകളിൽ നിന്നും ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങളായാലും സർട്ടിഫിക്കറ്റുകളായാലും മറ്റെന്തൊക്കെ വസ്തുക്കളായാലും ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന വീടുകളുടെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ വിലപിടിപ്പുള്ള കാര്യങ്ങൾക്കുമൊക്കെ അതിന്റെ കൃത്യമായ കണക്ക് സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിരക്ഷാ സേനയോ പോലീസോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുകയാണ്, അത് കൃത്യമായി റവന്യൂ വകുപ്പ് അധികൃതർ അതിൽ കണക്ക് സൂക്ഷിക്കുകയും പിന്നീട് അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോഴതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലയിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാണം കെടുത്തുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടി കൂടിയാണ്. എന്തായാലും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നടക്കുക. രക്ഷാദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്.